എന്തായാലും സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യം ജിതിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇന്നലെ കൊച്ചിയിൽ മൂന്നാം തീയതി കൊച്ചിയിൽ ഉപയോഗിച്ചു എന്നതിൻ്റെ രേഖകളാണ് ജിതിൻ്റെ ഫോണിൽ ലഭിച്ച അറിയിപ്പാണ്. അതായത് കൊച്ചിയിലെ ഡെക്കാത്തലോണിൻ്റെ വൈറ്റിലയിലുള്ള ഷോറൂമിൽ ഈ ക്രെഡിറ്റ് കാർഡ് 4599 രൂപയുടെ പർച്ചേസ് നടത്തി എന്ന വിവരം കൂടിയാണ് ഈ രേഖയിലൂടെ. എൻ്റെ മെയിലിൽ വന്ന മെസ്സേജ് അങ്ങനെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നമ്മൾ വെസ്റ്റ് പോലീസിനൊരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ അവിടെ പരാതി കൊടുത്തിട്ട് അവരമ്മടുത്ത് പറഞ്ഞത് ഇതിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഡീറ്റെയിൽസ് കിട്ടത്തില്ല, അവിടുത്തെ പോലീസ് നമുക്ക് ചെയ്തു തരത്തില്ല, നിങ്ങളായിട്ട് പോയി അന്വേഷിക്കണമെന്നാണ് വെസ്റ്റ് പോലീസ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൈബർ സ്റ്റേഷനിൽ പോയായിരുന്നു കൊല്ലത്ത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ നമ്മൾ കോടതിയിലൊക്കെ പോകണം ഇങ്ങനെ കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ എയർടെല്ലിൽ പോയി ഡീറ്റെയിൽസ് എടുക്കുക, ലൊക്കേഷൻ എടുക്കുക, അപ്പം നിങ്ങൾക്ക് എല്ലാം ശരിയാവും. അവരൊന്നും ചെയ്തു തരാൻ താല്പര്യമില്ല. കാരണം ഇതായത് ഇനിയിപ്പോൾ നമ്മളൊരു യൂണിഫോം ഇട്ട് ഒരു പോലീസ് ജീപ്പും വാടകയ്ക്ക് എടുത്ത് സ്വന്തം ഒരു ID കാർഡ് ഉണ്ടാക്കി അന്വേഷണത്തിന് ഇറങ്ങേണ്ട രീതിയാണ്. യെസ്, ഓക്കെ, ഞാൻ വരാം താങ്കളിലേക്ക്. ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട്, താങ്കൾ അല്പസമയം കൂടെ ഒന്ന് തുടരണം. ഒരു കാര്യം കൂടി ചോദിച്ചറിയാനുണ്ട്. അതിനു മുമ്പ് ജസ്റ്റിസ് കെമാൽ പാഷ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ജസ്റ്റിസ് കെമാൽ പാഷ, ഈ ജിതിൻ എന്ന യുവാവിനുണ്ടായ അനുഭവം ഒരുപക്ഷെ അത് സിനിമാ കഥകളെ വെല്ലുന്ന അനുഭവമാണ്. നമ്മൾ മുമ്പ് കേൾവിയില്ലാത്തതാണ്. അതായത് ഈ തെലങ്കാന പോലീസ് എന്ന് പറഞ്ഞ് അവിടെ എത്തിയ ഒരുപക്ഷെ തെലങ്കാന പോലീസ് തന്നെ അവരെത്തി ഈ ജിതിന് കടുത്ത മനുഷ്യാവകാശ ലംഘനം കൂടി നേരിട്ടു എന്ന മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട വിവരം, ഞാൻ എന്തുകൊണ്ട് ഈ കേസിൽ പ്രതിയായ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല, തട്ടിക്കൊണ്ടുപോകുന്ന പോലെ ആവുന്നു, വീട്ടിൽ നിന്ന് മാറ്റി ഒരു ഹോട്ടലിൽ പാർപ്പിക്കുന്നു, അതിനുശേഷം തെലങ്കാനയിലേക്ക് കൈമാറുന്നു, സ്വന്തമായൊരു അഭിഭാഷകനെ നിയോഗിക്കാനുള്ള സാവകാശം പോലും നൽകുന്നില്ല. ഒരു വലിയ മനുഷ്യാവകാശ ലംഘനം ഇതിൽ സംഭവിച്ചിട്ടില്ലേ സാർ? സാറിന് ഇത് ഈ കഥ കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം എങ്ങനെയാണ്? ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. അതിന് യഥാർത്ഥത്തില് തെലങ്കാന ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. നഷ്ടപരിഹാരത്തിന് ഒരു മനുഷ്യനെ വെറുതെ പിടിച്ച് ജയിലിട്ടത് അവിടുത്തെ പോലീസിന്റെ അനാസ്ഥയും വൃത്തികേടും കൊണ്ടല്ലേ. അത് മാത്രമല്ല, എന്ത് ചതിവും വഞ്ചനയാണ് നടക്കുന്നറിയോ? അയാളുടെ ക്രെഡിറ്റ് കാർഡ് എടുത്തോണ്ട് പോയിട്ട് ആ ക്രെഡിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് നടത്തിയേക്കുക. ഇവിടെ വൈറ്റിൽ നിന്ന് ഡെക്കാത്തലയിൽ നിന്ന് പർച്ചേസ് നടത്തിയേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പൊ ഇത് ആ പോലീസിന്റെ ഏറ്റവും വലിയ അഴിമതിയല്ലേ അത് വെളിയിലാവുന്നത്. ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് തെലങ്കാന ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കണം നഷ്ടപരിഹാരത്തിനായിട്ട്. പിന്നെ ആളുകളൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മള് ഇതുപോലൊരു മൊബൈൽ നമ്പർ നമ്മൾ എടുക്കുമ്പോൾ അതിന് നമ്മൾ രേഖകളൊക്കെ കൊടുത്താണ് ഈ നമ്പർ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഈ നമ്പർ വേണ്ടാന്ന് വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ അതായത് ഇത് ചിലപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇത് നമുക്ക് പുതുക്കിയെടുക്കാൻ പറ്റുന്നില്ല, അതിന് പണം അടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വന്ന എന്തെങ്കിലും കാരണം കൊണ്ട് ഈ നമ്പർ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ കമ്പനി ചെയ്യുന്ന എന്തെന്നറിയാം, ഈ മൊബൈൽ സേവന ദാതാക്കൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ നമ്പർ വേറെ ആർക്കെങ്കിലും അലോട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ നമ്പർ അലോട്ട് ചെയ്തേക്കുന്നത്. അല്ലാതെ ഇതെടുത്ത് ഈ സിം കാർഡ് എടുത്ത് കളയൊന്നും വേണ്ട. ഈ നമ്പർ നമ്മുടെ ഇന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം വരും. എന്നിട്ട് ഇതിപ്പോ അത് വെച്ചോണ്ട് തട്ടിപ്പ് നടത്തിയേക്കാണ് കേട്ടോ. ഓൺലൈൻ ട്രേഡിംഗ് നടത്തി തട്ടിപ്പ് നടത്തി വലിയ തുക നടത്തി നാട് മുഴുവൻ നടത്തിയേക്കാണ്. തൃശ്ശൂർക്കാരന്റെ പേരിലെങ്ങാണ്ടാണ് എനിക്ക് മനസ്സിലാക്കിയത്. എന്നിട്ട് ഈ പണം പോയേക്കുന്നു കുറെ. അപ്പൊ ഇതിനെ പുറകെ നടന്ന പോലീസ് അതന്വേഷിക്കാതെ തെലങ്കാന കാര്യം ആ ഒരു നമ്പറിന്റെ ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു നമ്പറിന്റെ ആൾട്ടർനേറ്റീവ് നമ്പർ എടുത്തു. അത് കാര്യം ഞാൻ വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന നമ്പരാണ്. ആ സിമ്മ് പോലും ഞാൻ ഈ റേഞ്ച് ഇഷ്യൂ കാരണം എയർടെല്ലിൽ നിന്ന് ഐഡിയ എന്ന് വീണ്ടും എയർടെല്ലിൽ ഇങ്ങനെ നിരന്തരം പരാതിപ്പെട്ട് ഈ റേഞ്ച് ഇഷ്യൂ എനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ ജിയോയിലോട്ട് മാറിയതാണ്. ആ സിമ്മ് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റേഞ്ച് ഇഷ്യൂ എനിക്ക് വർഷങ്ങളിലും ഉണ്ട്. ഈ എയർടെല്ലിൻ്റെ ഭാഗത്തുനിന്നും ഐഡിയയിലോട്ട് മാറിയപ്പോഴും ഞാൻ അത് പോർട്ട് ചെയ്ത് അവസാനം ജിയോയിലോട്ടാണ് എത്തിയത്. കാര്യം നമ്മൾ ഇത്രയും വലിയൊരു തുക കൊടുത്ത് റീചാർജ് ചെയ്ത് നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും ഒരു നെറ്റ് നോക്കുമ്പോൾ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വർഷങ്ങൾക്ക് ആ ഒരു ആൾട്ടർനേറ്റീവ് നമ്പർ എടുത്ത് അവർ അതിൻ്റെ ലൊക്കേഷൻ എടുത്ത് വന്നു എന്നാണ് പറയുന്നത്. അപ്പോഴും മറ്റേ നമ്പർ അവിടെ ഒരു അതാണ് ജിതിൻ. ഈ തെലങ്കാന പോലീസ് ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ചുമ്മാ ആരെങ്കിലും കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലല്ല ഒരാളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത്, അറസ്റ്റ് ചെയ്യേണ്ടത്. അതിന് കൃത്യമായ പ്രൂഫ് ഉണ്ടാവണം. നേരത്തെ ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാടും സൂചിപ്പിച്ചത് തന്നെയാണ്. ജസ്റ്റിസ് കമാൽ പാഷ, ഒരു കാര്യം കൂടി, നമുക്ക് ഇനി ഈ ജിതിന് മുന്നിലുള്ള വഴി എന്താണ്? എന്ത് രീതിയിലാണ് അദ്ദേഹത്തിന് ഒരു നിയമ വഴി നീങ്ങേണ്ടത്? കാരണം അദ്ദേഹം ഒരു വലിയ ആശയക്കുഴപ്പത്തിലും പ്രതിസന്ധിയിലുമാണ്. ഇനിയും കേസിൽ ഉൾപ്പെടുമെന്ന ഭയമുണ്ട്. ഞാൻ നിർബന്ധമായിട്ട് അയാൾക്ക് പറഞ്ഞു
കൊടുക്കാനുള്ളത് കേരള ഹൈക്കോടതിയെ പെട്ടെന്ന് സമീപിച്ചിട്ട് ആന്റിസിപ്പേറ്ററി ബെയില്, അതായത് ഈ കാര്യത്തിൽ എടുക്കണം. കാരണം ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഇങ്ങനെ പല സ്ഥലങ്ങളിലും കേസ് കാണും, അല്ലെങ്കിൽ ഈ നാട് മുഴുവൻ ഇയാൾ നടന്ന് കോടതി പോണ്ടായിട്ട് വരും. അതിൽ നല്ലത് ഇതിനകത്ത് ഉള്ള ഇങ്ങനെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു, ആ കഴിയുന്നിടത്തോളം അതിന്റെ നമ്പറുകൾ സംഘടിപ്പിച്ചിട്ട് ആ കേസിലേക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യണം, മുൻകൂർ ജാമ്യം അപേക്ഷിച്ച് എടുക്കണം. ഒന്ന്. പിന്നെ രണ്ടാമത്തത്, ഇയാളെ അറസ്റ്റ് ചെയ്ത് അന്യായമായിട്ട് ജയിലിലിട്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനത്തിന് തെലങ്കാന ഗവൺമെന്റിനെതിരെയും തെലങ്കാന പോലീസിനെയും പ്രതിയാക്കിക്കൊണ്ട് കേസ് കൊടുക്കണം. അതിവിടെ കേരളത്തിൽ കൊടുത്താൽ മതി, അവിടെ തെലങ്കാനയിലൊന്നും പോണ്ട, ഇവിടുന്നല്ലേ അയാളെ പിടിച്ചോണ്ട് പോയെ. നമുക്ക് കിട്ടിയ ഒരു നിയമോപദേശം നമ്മൾ അവിടുത്തെ ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത് നമുക്ക് അത് തെറ്റാണ്. നിങ്ങൾ അവിടുത്തെ ഹൈക്കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല, ഇവിടുത്തെ ഹൈക്കോടതി തന്നെ പോയാൽ മതി. അത് കാരണം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എല്ലാ ഹൈക്കോടതികളിലും നടക്കേണ്ടതായിട്ട് വരത്തില്ലേ? അങ്ങനെ ഒരു അന്യ സംസ്ഥാന ഹൈക്കോടതിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഭാഷാ പരിമിതി വളരെ അത് തന്നെ ഇതിന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കേരള ഹൈക്കോടതി പോയാൽ നിങ്ങൾക്ക് അത് ചെയ്യാം, പറ്റും. നല്ല ഒരു അഭിഭാഷകനെ നിങ്ങൾ കാണുക, അതനുസരിച്ച് മുമ്പോട്ട് നീങ്ങുക. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ കൊല്ലം കോടതിയില് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ തുക, അതായത് ഒരു 2 കോടി രൂപ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വസ്തുക്കളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന പാപ്പറായിട്ട് ഇൻഡിജന്റ് പേഴ്സൺ ആയിട്ട് സൂട്ട് കൊടുക്കാം. നിങ്ങൾ 2 കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് തെലങ്കാന ഗവൺമെന്റിനും തെലങ്കാന പോലീസിനും എതിരെ കേസ് കൊടുക്കണം. കൊല്ലം സബ് കോടതി കൊടുത്താൽ മതി, നിങ്ങൾ ദൂരെ എങ്ങും പോണ്ട, നിങ്ങൾ കൊല്ലത്തുകാരനല്ലേ, കൊല്ലം സബ് കോടതി കൊടുത്താൽ മതി. അത് കൊടുക്കാം. നിങ്ങൾക്ക് കോർട്ട് ഫീ അടയ്ക്കാതെ ഇൻഡിജന്റ് പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് സീ ചെയ്യാം, കേസ് കൊടുക്കാം. അത് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങളെ ഇതേപോലെ വീണ്ടും വീണ്ടും ആളുകൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഇത് എത്രയും പെട്ടെന്ന് ഗവൺമെന്റിനും പോലീസിനും നോട്ടീസ് കൊടുക്കുക ആദ്യം. അതായത് ഒരു 2 മാസം നോട്ടീസ് വേണം ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കുമ്പോൾ. ആ നോട്ടീസ് കൊടുത്തുകൊണ്ട് അന്ന് ശരിയായ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് അതിന് നഷ്ടപരിഹാരം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം ഇത് വളരെ വലിയ അഴിമതിയാണ് ആ പോലീസ് നടത്തിയേക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അത് കൊണ്ടുപോയി യവന്മാർ ഉപയോഗിച്ചേക്കാണ്. ഉണ്ട് എന്നുള്ളത് കാര്യം പോലീസുകാർ വിളിച്ചു ചോദിച്ചപ്പോൾ എന്റെ മൊബൈൽ ഫോണും ആധാർ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ഇത് 2, എന്റെ പാൻ കാർഡ് ഉൾപ്പെടെ എവിടെ ഇത് 2ആണ് ഇന്നലെ നമ്മുടെ പോലീസ് വിളിച്ച് ചോദിച്ചപ്പോൾ അത് 2 മാത്രമാണ് അവർ ഹാജരാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇത് ഈ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് എനിക്ക് ഇനിയും വ്യക്തത വരാൻ കാര്യം എന്റെ മെയിലിലേക്ക് ഈ ഒരു മെസ്സേജ് വന്നത്. കൂടുതൽ അന്വേഷണത്തിൽ നമ്മൾ പോലീസിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും കിട്ടത്തില്ല, കേസ് കൊടുത്ത് പരാതി കൊടുത്ത് അന്വേഷിപ്പിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. വൈറ്റിലെ അവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അവർ നമുക്കൊന്നും ഈ CCTV ഫുട്ടേജോ ഡീറ്റെയിൽസ് തരത്തില്ല, ഏതെങ്കിലും ഒരു അതോറിറ്റി വന്നാലേ കൊടുക്കത്തുള്ളൂ എന്നുള്ളത്. അതോറിറ്റി, അവനൊക്കെ അതോറിറ്റി വേണം. നിങ്ങളെ ഇതുപോലെ ഒരു പാവം പിടിച്ച മനുഷ്യനെ ഉപദ്രവിക്കാൻ. ഇതായത് 35 കേസാണ് ഓൾ ഓവർ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത് പുള്ളിയുടെ പേര്. ഈ സെക്കൻഡറാബാദിൽ 6 കേസ്, അതിൽ 2 നമ്മൾ ജാമ്യം എടുത്ത്. ഈ 2ാമത്തെ ജാമ്യം വന്നപ്പോൾ വീണ്ടും 3ാമത്തെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് വക്കീൽ പറഞ്ഞ അവിടെ നിൽക്കണ്ട, വിട്ടോ. കാരണം നമ്മള് നിരപരാധിയായിട്ട് ഓടുക, വട്ടം ഓടുവാണ് അവിടെ. പറഞ്ഞത് നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ സമീപിക്കാം. നിങ്ങൾക്ക് മുൻകൂർ ജാമ്യം ഈ കേസുകളിലെല്ലാം മുൻകൂർ ജാമ്യം ചോദിക്കണം. അത് മാത്രമല്ല, ഈ തെലങ്കാന പോലീസിന്റെ അഴിമതി അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അവരെ അതിൽ കക്ഷി ചേർത്തോണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പിടിച്ചെടുത്തിട്ട് അത് ഉപയോഗിച്ച് അവന്മാരത് മിസ്യൂസ് ചെയ്യുന്നത് അതും കൂടെ കാണിക്കണം അതിനകത്ത്. ഇതിൽ ഈ സ്വാതി എന്ന് പറയുന്ന എന്റെ ചേച്ചി, പുള്ളിക്കാരത്തെ അന്വേഷിക്കാനോ ആ പുള്ളിക്കാരന് വഴി അറിയാം, പുള്ളിക്കാരനെ ഒരു ദിവസം കൊണ്ട് ഡീഫോൾട്ട് 3 സ്റ്റാർ ഹോട്ടലിൽ ഹോൾഡ് ചെയ്ത് എന്നിട്ടും അന്വേഷിക്കാൻ വന്നില്ല. പിന്നെ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു കമ്പനി എന്ന് പറയുന്ന ലാറ്റി ലൈഫ് കോഫി എസ്റ്റേറ്റ്, അത് വർക്കിംഗ് ആണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര അക്കൗണ്ട് ഡീറ്റെയിൽസ് അവർ അവിടെ ഒന്നും പോയിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. പക്ഷെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ വാലിഡ് ആയിട്ടുള്ള ഡാറ്റ അവർക്ക് കിട്ടും. അതൊന്നും അവർ എടുക്കാൻ തയ്യാറായിട്ടില്ല. വീട്ടിൽ വന്ന് പുള്ളിക്കാരനാണ് എന്ന് അവർ തന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൊല്ലം വെസ്റ്റ് പോലീസ് കൊണ്ടുപോണ്ടായത്. അവിടെ ചിലപ്പോൾ വെസ്റ്റ് പോലീസിന് പറയുന്നത് ഇവര് കാര്യമില്ലാതെ ഇവിടെ വരത്തില്ല, നീ തന്നെ നിനക്ക് എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് കാണുമെന്ന് ആ പുള്ളിയെടുത്ത് പറഞ്ഞ് ഒപ്പിടിപ്പിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ദീപക് നിങ്ങൾ നിയമ പോരാട്ടവുമായി പോകണം, അതിന്റെ അപകടാവസ്ഥ പോരാട്ടവും പോകണം, ഇല്ലാതെ മാർഗമില്ല. നിങ്ങൾ ഇത് ഹൈക്കോടതിയിൽ ഇതെല്ലാം ധരിപ്പിക്കുക. നിങ്ങൾ ആ മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്ന കേസിനകത്ത്, കാരണം കുറെ കേസുകളിലായിട്ട് നിങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിലീഫ് കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ തെലങ്കാന പോലീസ് അവിടെ അറേഞ്ച് ചെയ്ത വക്കീല് അവരെ നമ്മൾ കൺസൾട്ട് ചെയ്തില്ല. കാരണം നമ്മളെങ്ങനെ വിശ്വസിക്കുന്നത്, ഇവർ ഇന്ന് കൊണ്ടുപോകുന്നും പറഞ്ഞ് ഇന്ന് തെലങ്കാനയിൽ അടുത്ത ദിവസം ഇന്ന് അറസ്റ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം തെലങ്കാനയിൽ കൊണ്ടുപോകുന്നു പറഞ്ഞ് കൊണ്ടുപോയ ആളെ 2 ദിവസം അവിടെ ഹോൾഡ് ചെയ്യിച്ചിട്ടാണ് നമ്മളെ വിളിച്ചു പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെങ്ങനെ അവരെ വിശ്വസിക്കുന്നത്? അവർ അറേഞ്ച് ചെയ്ത വക്കീലിനെ, അതിന് അവരെ കൺസൾട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ നമ്മൾ അറേഞ്ച് ചെയ്ത വക്കീലിനെ അവർ വഴി പറഞ്ഞു കൊടുത്തില്ല എങ്ങോട്ടാ ചെല്ലേണ്ട, ഏത് സ്റ്റേഷൻ്റെ കീഴിലാണെന്നുള്ളത്. പിന്നെ ആ വക്കീലിനെ ഞാൻ
പിറ്റേ ദിവസം ചെന്ന് കണ്ടപ്പോൾ വക്കീൽ എൻ്റെ അടുത്ത് പറഞ്ഞത് അവർ രാത്രി ഒത്തിരി പ്രാവശ്യം വിളിച്ച് ശല്യം ചെയ്തായിരുന്നു, പുള്ളി കിടക്കാൻ പറ്റിയില്ല, കേസ് വക്കാലത്ത് അവർക്ക് കൊടുക്കുക, അവർ നോക്കിക്കോളാം, അവർ ഹാൻഡിൽ ചെയ്തോളാം ഈ കേസ് എന്ന് പറഞ്ഞ് നമ്മുടെ വക്കീലിനെ വിളിച്ച് ഒത്തിരി ശല്യം ചെയ്തായിരുന്നു. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഡോക്ടർ കമാൽ പാഷ സൂചിപ്പിച്ചതുപോലെ ആ തരത്തിലുള്ള ഇടപെടൽ എന്തായാലും നടക്കണം.